ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ ജർമ്മനി വന്നിട്ട് ഞാൻ ആലോചിക്കായിരുന്നു ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ മേടിക്കുന്നത്. അങ്ങനെ ഞാൻ കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ ഒരു സൗണ്ട് കോർ എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്പീക്കറാണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവരുടെ തന്നെ സൈറ്റിൽ നിന്നാണ് അത് ഓർഡർ ചെയ്തത്. സൗണ്ട് കോർ ബൂം 2 എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, നമുക്ക് അന്നേരം അത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നാണ് എനിക്ക് ഇത് കൊറിയറായിട്ട് വന്നത്. DHL വഴിയാണ് എനിക്ക് വന്നത്. ഒരു വലിയൊരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇത്ര വലിപ്പമുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഏകദേശം ഇത്ര വലിയൊരു പെട്ടിക്കതാണ്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പം ഗൈസ്, അൺബോക്സ് ചെയ്യാനുള്ള ടൂൾസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഒരു കത്രികയുണ്ട്, പിന്നെ ഒരു കത്തിയുണ്ട്. അപ്പം നമുക്ക് പയ്യെ പണി തുടങ്ങാം. എനിക്കൊന്ന് ഈ സൈഡിൽ നമുക്ക് ഇങ്ങനെ വെട്ടാം. അപ്പോൾ നമ്മൾ പയ്യെ പണി തുടങ്ങി. ഓക്കെ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 2 കിലോയും മണ്ട ഉണ്ട്. 2.6 ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. 2.64 കിലോ ഉണ്ട് ഗൈസ്. അത് അത്യാവശ്യം നല്ല ഹെവിയാണ് സാധനം. ഓക്കെ 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 കാണാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയും വലിപ്പമുണ്ട് സ്പീക്കറിന്. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടി വലിപ്പമുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പം, ഹെവി സാധനം. 80 വാട്ട്സ് ഔട്ട്പുട്ട്, പിന്നെ ഫ്ലോട്ടബിളാണ്, പിന്നെ 24 hours പ്ലേ ടൈം ഉണ്ട്, പിന്നെ IPX7 വാട്ടർ പ്രൂഫാണ്. ഓക്കെ, അടിപൊളി സാധനം. ഇനി തുറക്കാം. പക്ഷേ എനിക്കാണെങ്കിൽ നല്ല സ്റ്റാൻഡൊന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് അൺബോക്സ് ചെയ്യുന്നത്. അപ്പം വീഡിയോ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, സോറി. എനിക്കൊന്ന് ഈ പ്ലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്യണം, അല്ലാണ്ട് തുറക്കാൻ പറ്റുകയില്ല. തുറക്കാൻ പറ്റും. ഇവിടെ ആയിട്ടൊരു സ്റ്റിക്കർ പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുവഴി ഇങ്ങനെ തുറന്നെടുക്കണം. ഇങ്ങനെ തുറന്ന് ഇതിങ്ങനെ എടുക്കും. എന്നിട്ട് നമ്മൾ സ്പീക്കർ വെളിയിലോട്ടെടുക്കും. നമുക്കങ്ങനെ നമ്മൾ സ്പീക്കർ ഇട്ട് ഇനി ഇത് അടുത്ത് തുറക്കണം. അതെ, ഇനി പൊക്കിയെടുത്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഈ സ്പോഞ്ചൊക്കെ കഴിച്ച് മാറ്റാം. ഓക്കെ, ഒരു സ്പോഞ്ച് കൂടെ ഇട്ടു. ഓക്കെ, അപ്പം നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്കാണ്. ഈ കവറും കൂടെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പീക്കർ എടുക്കാം. ഓക്കെ, അങ്ങനെ ഗൈസ്, നമുക്ക് നമ്മുടെ സ്പീക്കർ കിട്ടിയിരിക്കുകയാണ്. അടിപൊളി. അപ്പോൾ ഗൈസ്, നമുക്ക് സ്പീക്കറിൻ്റെ കൂടെ ഒരു ചാർജിങ് കേബിളും എനിക്കൊന്ന് വാറണ്ടി കാർഡാണ് തോന്നുന്നു. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. യെസ്, ഇതൊരു Type-C കേബിളാണ്. 2 സൈഡിലും C ആണ് വരുന്നത്, നിങ്ങൾക്ക് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഗൈഡാണ്, യൂസർ ഗൈഡ്. ഓക്കെ, കൊള്ളാം. അപ്പോൾ വാറണ്ടി ഓൺലൈനായിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. നമുക്കിത് ഓണാക്കി നോക്കാം. ഇവിടെയാണ് പവർ സ്വിച്ച് വരുന്നത്.
ഓക്കെ ഓക്കെ. ലൈറ്റൊക്കെ കത്തുന്നുണ്ട് രണ്ടിടത്തും. അടിപൊളി. ബ്ലൂടൂത്ത് ഓണാണെന്ന് നോക്കാം. നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാം. ഓക്കെ, സൗണ്ട് കോർ ബൂം 2 ഒക്കെ കണക്റ്റ് ആയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് കുറച്ച് സൗണ്ട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്താം. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊന്നും പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. നല്ല ബാസുള്ള പാട്ടൊക്കെ കാര്യം പറയുന്നുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ട് എല്ലാം പ്ലേ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കുറച്ച് NCS സോങ്സ് പ്ലേ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ബാസുള്ളത്. അപ്പോൾ അത് കേട്ടിട്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മുറിയിൽ ഫുൾ വോളിയം വയ്ക്കാൻ പറ്റത്തില്ല. മുക്കാൽ വോളിയം തന്നെ വെച്ച് കഴിഞ്ഞാൽ തന്നെ പുറത്ത് നല്ല മുഴക്കമാണ്. ഞാൻ പുറത്തിപ്പം കിച്ചണിലൊന്ന് പോയി നോക്കി, അത്യാവശ്യം നല്ല മുഴക്കമുണ്ട്. അപ്പം ഞാനിവിടെ അപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് അടുത്തുള്ളവർക്കൊക്കെ അത് പ്രശ്നമാവും. അതുകൊണ്ടൊരു 70 താഴെ വോളിയം എനിക്ക് വയ്ക്കാൻ പറ്റത്തുള്ളൂ. ആ കാര്യം ഞാനിപ്പോൾ മനസ്സിലാക്കി. അപ്പോൾ ഏതൊക്കെയായാലും നമുക്ക് 1-2 സോങ്സും കൂടെ കേട്ട് നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ അത്യാവശ്യം സോങ്സും കാര്യങ്ങളൊക്കെ കേട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം എന്താ പറയുക, ഒരു ഹോം തിയേറ്റർ ഫീലിംഗ് ഒക്കെ എനിക്കിവിടെ റൂമിൽ കിട്ടുന്നത്. അറുപത് ശതമാനം മാത്രം വോളിയം വെച്ചിട്ടുള്ളൂ. എന്നിട്ട് പോലും റൂം മുഴങ്ങുവാണ്. അപ്പം ഗൈസ്, നമ്മൾ അത്യാവശ്യം സോങ്ങും കാര്യങ്ങളൊക്കെ കേട്ടു. എനിക്ക് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയേക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം എന്താ പറയുന്നത്, ഒരു ഹോം തിയേറ്ററൊക്കെ റൂമിൽ സെറ്റ് ചെയ്ത് എങ്ങനെ ഇരിക്കുക, ആ ഒരു ഫീലാണ്. അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പം ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഒന്ന് അടി കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്കാണെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുകയോ മേടിക്കുകയാണെങ്കിൽ മേടിക്കുകയും ചെയ്യാം. ഞാൻ പറയുകയാണെങ്കിൽ ഈ പൈസയ്ക്ക് വർത്താണ്. എനിക്ക് ഏകദേശം എത്ര പറയുന്നത്, ഒരു 40 യൂറോയോളം ഓഫും കിട്ടി. ഇതിന് സൗണ്ട് കോറിൻ്റെ സൈറ്റിൽ ഏകദേശം 129 ആയിരുന്നു. അങ്ങനെ എനിക്കിത് ഏകദേശം ഒരു 90 യൂറോയ്ക്ക് കിട്ടി. ഞാൻ നോക്കുവാണെങ്കിൽ ഇത് അത്യാവശ്യം വർത്താണ് ആ പൈസയ്ക്ക്. ഞാൻ ലോങ് ടൈമിലേക്ക് ഒരു നല്ലൊരു സ്പീക്കറാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ എന്താ പറയുന്നത്, ഇതിൻ്റെ കമ്പാരിസനൊക്കെ കിടക്കുന്ന JBLൻ്റെ 10-30,000 രൂപയുടെയൊക്കെ സ്പീക്കറൊക്കെ ആയിട്ടാണ്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ പൈസയ്ക്ക് ഇത് ഭയങ്കര വർത്താണ് ലോങ് ടൈമിലേക്ക്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ 10 റേറ്റിംഗ് കൊടുക്കുവാണ്. അത്യാവശ്യം എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. കൂടാതെ തന്നെ ഇത് നമുക്ക് പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാം. അപ്പം ഇവിടെ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് തുറന്നിട്ട് ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് USB-യുടെയും പിന്നെ ഒരു C പോർട്ട്. അപ്പോൾ നമുക്കിവിടെ കുത്തി നമുക്ക് ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനാണ് ഞാൻ പറയുകയാണെങ്കിൽ. അതാണ് നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോയും പിന്നെ ഡെയിലി വ്ളോഗ്സിനൊക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണുന്ന വരെ ബൈ.